Dear students, welcome to the first class on tangents of 10th standard mathematics. സർക്കിൾസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയായി വരുന്ന ചാപ്റ്ററാണ് ടാൻജൻസ്. ടാൻജൻസ് എന്ന് പറയുന്നത് ഒരു സർക്കിളിൻ്റെ ഒരു പോയിന്റിലൂടെ മാത്രം പാസ് ചെയ്യുന്ന ലൈനാണ്. എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിനെ ടച്ച് ചെയ്ത് പോകുന്ന ലൈനാണ് ടാൻജൻസ്. എന്താണ് ടാൻജൻസ് എന്നും എപ്പോഴാണ് ഒരു ലൈന് ഒരു ടാൻജൻ്റ് ലൈൻ ആകുക എന്നുള്ളതും എങ്ങനെയാണ് സർക്കിളിൽ ടാൻജൻ്റ് ലൈൻസ് വരയ്ക്കുക എന്നും ടാൻജൻ്റ് ലൈൻസ് ഉപയോഗപ്പെടുത്തുന്ന കുറച്ച് നിയമങ്ങളും കുറച്ച് കൺസ്ട്രക്ഷൻസും കുറച്ച് പ്രോബ്ലംസും ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ചെയ്യാനുള്ളത്. ആദ്യം എങ്ങനെയാണ് എപ്പോഴാണ് ഒരു ലൈന് ടാൻജൻ്റ് ലൈൻ ആകുക എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഓക്കെ, സി സപ്പോസ് വി ആർ ആസ്ക്ഡ് ടു ഡ്രോ എ സർക്കിൾ ആൻഡ് എ ലൈൻ. നമ്മോട് ഒരു സർക്കിളും ഒരു ലൈനും ഒന്നിച്ച് വരയ്ക്കാൻ പറഞ്ഞാൽ എങ്ങനെ വരക്കാം? സി, ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്, ഒരു ലൈന് വരയ്ക്കാൻ പോവാണ്. ലൈൻ ഇങ്ങനെ വരക്കാം എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ 2 പോയിന്റിലൂടെ കട്ട് ചെയ്ത് പാസ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ലൈൻ വരച്ചു. ഈ ലൈനെ നമുക്കൊരു സീക്വൻ്റ് ലൈൻ എന്ന് പറയാം. ഒരു സർക്കിളും ലൈനും വരക്കാൻ പറഞ്ഞാൽ സർക്കിൾ വരച്ചതിൻ്റെ ശേഷം നമുക്ക് ലൈനിനെ ഇങ്ങനെ വരക്കാം. ഹിയർ സർക്കിൾ ആൻഡ് ലൈൻ ഹാസ് നോ കണക്ഷൻ. ഒരു പോയിന്റും ഇവ ടച്ച് ചെയ്തിട്ടില്ല, കടന്നു പോയിട്ടില്ല. സർക്കിളിൻ്റെ ഒരു പോയിന്റിലൂടെയും ഈ ലൈന് പാസ് ചെയ്തിട്ടില്ല. ഇനി ആദ്യം വരച്ച ലൈന് 2 പോയിന്റിലൂടെ പാസ് ചെയ്തു, ഇപ്പോൾ വരച്ച ലൈൻ ഒരു പോയിന്റിലൂടെയും പാസ് ചെയ്തിട്ടില്ല. ഇനി ഇതിൽ ഒന്നുമല്ലാതെ നമുക്ക് ഒരു സർക്കിളിൻ്റെ ഒരു പോയിന്റിലൂടെ മാത്രം പാസ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ലൈൻ ഇങ്ങനെ വരക്കാം. ഈ ലൈന് ഈ സർക്കിളിൻ്റെ ഒരു പോയിന്റിലൂടെ മാത്രം പാസ് ചെയ്യുന്നുള്ളൂ. വേറെ രീതി പറഞ്ഞാൽ ഈ സർക്കിളിനും ഈ ലൈനിനും കോമൺ ആയിട്ട് ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ ലൈന് ഈ സർക്കിളിനെ ടച്ച് ചെയ്യുന്നു എന്നർത്ഥം. ഓക്കെ, അറ്റ് ദാറ്റ് ടൈം ദിസ് ലൈൻ ഈസ് കോൾഡ് ടാൻജന്റ് ലൈൻ ഓഫ് ദി സർക്കിൾ. നമ്മളുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ ടാൻജൻസ് എന്നാണ്. ഈ ടാൻജന്റ് ലൈൻസിനെ സംബന്ധിക്കുന്ന പഠനമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഓക്കെ, എപ്പോഴാണ്, അറ്റ് വാട്ട് ടൈം വി വിൽ കോൾ എ ലൈൻ എ ടാൻജന്റ് ഓഫ് എ സർക്കിൾ, എ ടാൻജന്റ് ലൈൻ ഓഫ് എ സർക്കിൾ. ദാറ്റ് ഈസ് അവർ നെക്സ്റ്റ് ഡിസ്കഷൻ. അറ്റ് വാട്ട് ടൈം വി കോൾ എ ലൈൻ ടാൻജന്റ് ലൈൻ ഓഫ് ദി സർക്കിൾ. സി ദി ഫിഗർ. നമുക്ക് ഈ സർക്കിളിൽ നിന്ന് മാറ്റി വരക്കാം. ഞാൻ സർക്കിളിൽ നിന്ന് മാറ്റി വരയ്ക്കുകയാണ്. സി, അതിൻ്റെ ഒരു ഡയമീറ്റർ വരയ്ക്കുകയാണ്. സി, ഡയമീറ്ററിൻ്റെ എൻഡ് പോയിൻറ്റ്സിനെ എ ബി എന്ന് പേര് കൊടുത്തു. സർക്കിളിൻ്റെ സെൻറ്റർ ഡയമീറ്ററിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും, അത് മാർക്ക് ചെയ്തു. സി, ഇനി എയിലൂടെ ഉള്ളൊരു കോഡ് വരയ്ക്കുകയാണ്. എയിലൂടെ ഉള്ളൊരു കോഡിനെ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. എയിലൂടെ ഒരു കോഡ് വരച്ചിട്ട് അത് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് ആ പുറത്ത് കിട്ടുന്ന പോയിന്റിനെ ക്യൂ എന്ന് പേര് വിളിച്ചു. വേർ ദറ്റ് കോഡ് മീറ്റ് ദി സർക്കിൾ അറ്റ് ദിസ് പോയിന്റ് ബി പി ലൈക്ക് ദാറ്റ്. ഓക്കെ, നമ്മൾ എപ്പോഴാണ് എ ക്യൂ എന്ന് പറയുന്ന ഈ ലൈന് ഈ സർക്കിളിൻ്റെ ടാൻജൻ്റായി മാറുക എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് us ഫസ്റ്റ് ജോയിൻ O and P. See, OP is joined. Now consider triangle AOP. Consider triangle AOP. Now let us measure angle AOP and angle OAP. These 2 angles. Okay, these 2 angles. Here we are going to mark these 2 angles. How much is this angle? Let us mark that one. Now what about this angle? Let us mark that one also. ഈ 2 ആംഗിൾ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നു. ഇനി നമ്മുടെ ഉദ്ദേശം എ ക്യൂ എന്ന് പറയുന്ന ലൈന് എപ്പോഴാണ് ഈ സർക്കിളിൻ്റെ ടാൻജൻ്റ് ആവുക എന്നുള്ളതാണ്. ഓക്കെ, അതിന് ഈ പി എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, പി എന്ന് പറയുന്ന പോയിന്റിനെ സർക്കിളിൻ്റെ മുകളിലൂടെ മൂവ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, മൂവ് ചെയ്യിപ്പിച്ച് എയിലേക്ക് അടുപ്പിക്കുകയാണ്. സർക്കിളിൻ്റെ മുകളിലൂടെ പി എന്ന് പറയുന്ന പോയിന്റിനെ മൂവ് ചെയ്യിപ്പിച്ച് എയിലേക്ക് അടുപ്പിക്കുന്നതിനനുസൃതമായിട്ട് ഈ 2 സൈഡ്സ് അടുത്ത് വരുന്നതുകൊണ്ട് ഈ ആംഗിളിൻ്റെ അളവ് കുറഞ്ഞു വരുന്നത് കാണാം. സി, ദാറ്റ് ആംഗിൾ, ദാറ്റ് ഈസ് ആംഗിൾ എ ഒ പി റിഡ്യൂസസ്, അത് ചുരുങ്ങി വരുന്നത് കാണാം. അതേ സമയത്ത് ഈ ആംഗിൾ കൂടി വരുന്നത് കാണാം. സി, ആംഗിൾ കൂടി വരുന്നതാണ്. യെസ്, നമ്മൾ ഇവിടെ നിന്നാണോ പോകുന്നത്, ഇവിടെ നിന്ന് ഇങ്ങനെ പോരുന്നതിനനുസരിച്ച് എയിലേക്ക് എത്തുന്നതിനനുസൃതമായിട്ട് ഈ ആംഗിൾ കുറഞ്ഞു വരികയും ഇവിടെയുള്ള ഈ ആംഗിൾ കൂടി വരുന്നതും കാണാൻ പറ്റും. സി, അങ്ങനെ എപ്പോഴാണോ പി എന്ന് പറയുന്ന പോയിന്റ് എയിലെത്തുന്നത് എന്ന് പറഞ്ഞാൽ എയിലെത്തുന്ന സമയത്ത് ഈ ആംഗിൾ 0 ആവും. ഈ ലൈന് ഇതുമായി ചേരുന്നത് കൊണ്ട് ആംഗിൾ ഒ
എ ക്യു എന്ന് പറയുന്ന ഇവിടെയുള്ള ഈ ആംഗിൾ ഒ എ ക്യു, ഇപ്പോൾ പി ഇല്ല, പിയും എയും ഒന്നായി സമയത്ത് ആംഗിൾ ഒ എ ക്യു എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രി മാറും എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എ ക്യു എന്ന് പറയുന്ന ലൈന് സർക്കിളിനെ എ എന്ന പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ എന്നർത്ഥം. ആ സമയത്ത് എ ക്യുവിനെ നമുക്കൊരു ടാൻജൻറ്റ് ലൈന് എന്ന് പറയാം. ഒരു സർക്കിളിൻ്റെ ഒരു പോയിന്റിലൂടെയുള്ള ലൈന് ടാൻജൻറ്റ് ലൈൻ ആകണമെങ്കിൽ അത് ആ പോയിന്റിലൂടെയുള്ള ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആകണം. നമുക്കതിൻ്റെ ഒരു ആൾജിബ്ര ഒന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, നമ്മൾ ഈ ആംഗിളിനെ തൽക്കാലം ഈ എക്സ് എന്ന് വിളിക്കുകയാണ്. ദറ്റ് ആംഗിൾ ഈസ് നെയിംഡ് ബൈ എക്സ്. ഈ ആംഗിളിനെ തൽക്കാലം ആംഗിൾ എ ഒ പി എന്ന് പറയുന്ന ഈ ആംഗിളിനെ ഒരു എക്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ ഇതിനെ തൽക്കാലം എക്സ് എന്ന് വിളിക്കുക. ഈ ആംഗിളിനെ എക്സ് എന്ന് വിളിച്ചു. ഇനി ആംഗിൾ ഒ എ പി, ഈ രണ്ട് ആംഗിളുകൾ ഈക്വലാണ്. അവയുടെ സമ്മ് 180 മൈനസ് എക്സ്. ടോട്ടൽ ഇന്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ ഇസ് 180 ഡിഗ്രി. ദിസ് വൺ അലോൺ എക്സ് മീൻ ദി സം ഓഫ് ദീസ് ടു ആംഗിൾസ് വിൽ ബി ടുഗദർ എക്സ്. നമ്മൾ ആ രണ്ട് ആംഗിൾ എത്രയാണെന്ന് കാണാൻ പോവാണ്. ഈ രണ്ട് ആംഗിൾ ഈ രണ്ട് ആംഗിൾസിൻ്റെ സമ്മ് എന്താണെന്ന് പറയാൻ പോവാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മ് 180 മൈനസ് എക്സ്. അതുകൊണ്ട് ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹാഫ് ഓഫ് 180 മൈനസ് എക്സ്. ഓക്കെ, നമ്മൾ പറയാൻ പോവാണ്. ഇഫ് ദിസ് ആംഗിൾ ഈസ് എക്സ്, ആംഗിൾ എ ഒ പി ഈസ് എക്സ്, ആംഗിൾ ഒ എ ക്യു, ദറ്റ് ഈസ് ദിസ് ആംഗിൾ വിൽ ബി ഹാഫ് ഓഫ് 180 മൈനസ് എക്സ്. അതവിടെ മാർക്ക് ചെയ്തു. ഹാഫ് ഓഫ് 180 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് 180 മൈനസ് ഹാഫ് ഓഫ് എക്സ്, ദറ്റ് ഈസ് 90 മൈനസ് എക്സ് ബൈ 2. That angle will be, this angle will be 90 minus x by 2. ആ ആംഗിൾ നമ്മളവിടെ മാർക്ക് ചെയ്യാം. ദിസ് ആംഗിൾ വിൽ ബി 90 മൈനസ് എക്സ് ബൈ 2. ഈ ആംഗിൾ 90 മൈനസ് എക്സ് ബൈ 2 ആണെന്ന് കാണാം. ദിസ് ആംഗിൾ, ലെറ്റ് us മാർക്ക് ദാറ്റ് ആംഗിൾ. ആംഗിൾ 90 മൈനസ് എക്സ് ബൈ 2. ഇനി പി എന്ന പോയിന്റിന് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇഫ് ഈ മൂവ് പി along the circle to the point A, we see this angle will get reduced, that is x degree will be reduced. It will come at last to 0. At that time this 90 minus x by 2, as x becomes 0, x by 2 becomes 0, therefore 90 minus x by 2 will be 90, mean angle OAQ will be 90. Okay, P എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിൻ്റെ മുകളിലൂടെ എയിലേക്ക് അടുക്കുമ്പോൾ ആംഗിൾ എ ഒ പിയുടെ അളവായ എക്സ് ഡിഗ്രി 0യിലേക്ക് പോകുമ്പം 90 മൈനസ് എക്സ് ബൈ 2 90യിലേക്ക് പോകും. ഓക്കെ, ആ സമയത്ത് എ ക്യു എന്ന് പറയുന്ന ലൈന് ടാൻജൻ്റ് ലൈനായി മാറും. ഓക്കെ, at that time എ ക്യു വിൽ ബി ദി ടാൻജൻ്റ് ലൈൻ ഓഫ് ദി സർക്കിൾ. ഓക്കെ, എന്ന് പറയുമ്പോൾ ഒരു സർക്കിളിൻ്റെ ടാൻജൻ്റ് ലൈൻ ആകണമെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിലൂടെ വരച്ച ഈ ലൈന് സർക്കിളിൻ്റെ ടാൻജൻ്റ് ലൈൻ ആകണമെങ്കിൽ ആ ലൈന് ആ പോയിന്റിലൂടെ വരച്ച ഡയമീറ്റർ ഒരു റേഡിയസുമായിട്ട് പെർപെൻഡിക്കുലർ ആകുന്ന രീതിയിൽ ഈ ലൈന് നിലനിന്നാൽ at that time that line will be a tangent line of the circle, mean it passes through only one point of the circle. ഒന്നുകൂടി പറയാം. If a line is to be a tangent of a circle at a point, if it is perpendicular to the diameter through that point, at that time that line is the tangent line of the circle. നമുക്കതൊരു ബോക്സിൽ എഴുതാം. See, a line through a point of the circle, അതായത് ഈ ലൈന് is a tangent of the circle, ഒരു സർക്കിളിൻ്റെ ടാൻജൻ്റ് ആകും if it is perpendicular to the diameter through that point. ഈ ലൈനുമായിട്ട് പെർപെൻഡിക്കുലർ ആവുന്ന ഒരു സമയം വരുമ്പോൾ, ഡയമീറ്ററുമായിട്ട് പെർപെൻഡിക്കുലർ ആകുന്ന ഒരു സമയം വരുമ്പം ദാറ്റ് ലൈൻ വിൽ ബി ടാൻജൻ്റ് ഓഫ് ദി സർക്കിൾ. സി എന്നാണ് പറഞ്ഞത്. സി വെൻ ദറ്റ് പോയിന്റ്, ഈ പോയിന്റിലൂടെയുള്ള ഈ ലൈന് ടാൻജൻ്റ് ലൈൻ ആകണമെങ്കിൽ ആ പോയിന്റിലൂടെയുള്ള ഡയമീറ്ററുമായിട്ട് പെർപെൻഡിക്കുലർ ആവുന്ന ഒരു സമയം വരുമ്പോൾ ദറ്റ് ലൈൻ വിൽ ബി ടാൻജൻ്റ് ലൈൻ ഓഫ് ദി സർക്കിൾ. ഓക്കെ, ഇതിൽ നിന്ന് ഒരു സർക്കിളിൻ്റെ ടാൻജൻ്റ് ലൈൻ വരയ്ക്കാനുള്ള മെത്തേഡും കൂടെ നമുക്ക് കിട്ടുകയാണ്. അതിന് വേണ്ടത് സർക്കിളിൻ്റെ ഒരു പോയിന്റിൽ ടാൻജൻ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ ആ പോയിന്റ് ഉൾക്കൊള്ളുന്ന ഡയമീറ്ററിന് ആ എൻഡ് പോയിന്റിൽ ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ മതി. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഡു സം പ്രോബ്ലംസ് and hereafter we will
ഡ്രോ സം ടാൻജൻറ്റ് ലൈൻസ് ടു എ സർക്കിൾ ആൻഡ് സം പ്രോബ്ലംസ്. നമുക്ക് ഇനി കുറച്ച് പ്രോബ്ലംസ് ചെയ്യാണ്. അതിലെല്ലാം ഒരു സർക്കിളിൻ്റെ ഒരു പോയിന്റിൽ ടാൻജൻറ്റ് ലൈൻസ് വരയ്ക്കേണ്ട കാര്യങ്ങളും കൂടി ഉൾക്കൊള്ളുന്നതായിരിക്കും. See the figure, read the question. Here a circle with radius 2 cm is drawn. Then a radius is drawn. At its end point a tangent line is drawn. Here this point is the center of the circle. Through that center of the circle a line is drawn. That line meet the tangent line and there the angle is 25 degree. Such a figure we have to draw. Okay. ഈ ചിത്രത്തിൽ 2 cm റേഡിയസ് ഉള്ള ഒരു സർക്കിളിൻ്റെ ഒരു റേഡിയസിൻ്റെ എൻഡ് പോയിന്റിൽ വരച്ച ടാൻജൻറ്റും സെൻറ്ററിലൂടെ വരച്ച ഒരു ലൈനും തമ്മിൽ മീറ്റ് ചെയ്യുന്നിടത്തുള്ള ആംഗിൾ 25 ഡിഗ്രി ആകുന്ന രീതിയിൽ വരക്കണം. ഓക്കെ, നമുക്ക് ആദ്യം ഒരു 2 cm റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരക്കാം. ഓക്കെ, ലെറ്റ് us ഫസ്റ്റ് ഫിക്സ് വേർ ഷുഡ് ബി ഇറ്റ്സ് സെൻറ്റർ. നമുക്ക് ആദ്യം സെൻറ്റർ ഫിക്സ് ചെയ്യാം. ഈ പോയിന്റിനെ നമ്മൾ സെൻറ്റർ ആക്കി എടുക്കുകയാണ്. ഒരു പോയിന്റ് സെൻറ്റർ ആക്കി എടുത്തു. സർക്കിളിൻ്റെ റേഡിയസ് 2 cm എന്ന് പറഞ്ഞിട്ടുണ്ട്. therefore take 2 cm in compass. okay, keep compass in the scale, take 2 cm. സ്കെയിലിൽ 2 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുക്കുക. okay, keep compass here. Taking now the radius of the circle is 2 cm. In the compass we have took 2 cm length and keeping compass here, rotate it. We will get a circle of radius 2 cm. See, the circle is drawn with the radius 2 cm. This one is the center of the circle. ഇതിൻ്റെ റേഡിയസിൻ്റെ എൻഡ് പോയിന്റിലാണ് ടാൻജൻറ്റ് ലൈൻ വരച്ചത്. ഓക്കെ, ലെറ്റ് us draw a radius. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്കൊരു റേഡിയസ് വരക്കാം. See, റേഡിയസ് വരച്ചു. സ്കെയിൽ വെച്ചിട്ട് ഒരു റേഡിയസ് വരയ്ക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ടാൻജൻറ്റ് ലൈൻ വരക്കണം. therefore ഈ റേഡിയസുമായിട്ട് 90 ഡിഗ്രി ആകുന്ന ഒരു ലൈനാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, റേഡിയസുമായിട്ട് 90 ഡിഗ്രി ഉള്ളൊരു ലൈൻ വരക്കണം. ഇവിടെ 90 റേഡിയസിനുമായിട്ട് ഈ റേഡിയസുമായിട്ട് ഈ എൻഡ് പോയിന്റിൽ 90 ഡിഗ്രി ആകുന്ന ഒരു ലൈന് വരച്ചാൽ, പക്ഷേ അവിടെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഇവിടെയുള്ള ഈ ലൈനുമായിട്ടുണ്ടാകുന്ന ആംഗിൾ 25 ഡിഗ്രി ആകണം. നമുക്ക് ഈ 25 ഡിഗ്രിയിൽ നിന്ന് തുടങ്ങാൻ മാർഗ്ഗമില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരക്കാനേ പറയുള്ളൂ. ഓക്കെ, പക്ഷേ ഇവിടെ 25 ഡിഗ്രി ആക്കാൻ, ലെറ്റ് us think about all angles of the triangle. Here this one is the tangent line of the circle. Therefore that tangent line must make 90 degree with radius or diameter. ഇതുമായിട്ട് 90 ഡിഗ്രി ആകുന്ന രീതിയിൽ ഈ ലൈന് നിൽക്കുമ്പോഴേ ഇത് ടാൻജൻറ്റ് ലൈൻ ആവുള്ളൂ. therefore this angle is 90 degree. ഓക്കെ, ഇത് 90 ഡിഗ്രി എന്ന് പറയുമ്പം സം ഓഫ് ദീസ് 2 angles ടുഗദർ ഈസ് 90 ഡിഗ്രി. ഓക്കെ, ഇവിടെ 25 ഡിഗ്രി കിട്ടാൻ ഇവിടെ 90യിൽ നിന്ന് 25 മൈനസ് ചെയ്ത് 65 ഡിഗ്രി ആക്കിയാൽ മതി. ഇവിടെ 65 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ആംഗിൾ വിൽ ബി 25 ഡിഗ്രി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട വഴി മനസ്സിലായിട്ടുണ്ട്. 2 cm റേഡിയസ് ഉള്ള ഈ സർക്കിളിൽ ഒന്ന് 90 ഡിഗ്രി ആകുന്ന രീതിയിൽ ഈ ലൈനും 65 ഡിഗ്രി ആകുന്ന രീതിയിൽ ഈ ലൈനും വരച്ചാൽ അത് മീറ്റ് ചെയ്യുന്നിടത്ത് 25 ഡിഗ്രി ആയിക്കോളും. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഈ റേഡിയസിൻ്റെ ഈ എൻഡ് പോയിന്റിൽ 90 ഡിഗ്രി ആകുന്ന രീതിയിൽ ലൈന്, അതായത് ടാൻജൻറ്റ് ലൈൻ വരയ്ക്കുക. ഇവിടെ 65 ഡിഗ്രി ആകുന്ന രീതിയിൽ ഉണ്ടാകുന്ന രീതിയിൽ ഒരു ലൈന് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമുക്കിവിടെ 65 ഡിഗ്രി ഉള്ള രീതിയിൽ ഒരു ലൈൻ വരയ്ക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ലൈനുമായിട്ട് ചേർത്ത് പ്രൊട്രാക്ടർ വെച്ച് ഈ ലൈനിൽ നിന്ന് 65 ഡിഗ്രി ഉണ്ടാകുന്ന രീതിയിൽ നമുക്ക് ഒരു പോയിന്റിനെ കണ്ടെത്താം. ഓക്കെ, ഈ ലൈനുമായിട്ട് ചേർത്ത് പ്രൊട്രാക്ടർ ഈ സെൻറ്ററിൽ വെച്ചിട്ട് ഈ ലൈനുമായി ചേർത്ത് വെക്കുക. ഓക്കെ, അങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ അങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിൽ നിന്ന് ഈ ലൈനിൽ നിന്ന് 65 ഡിഗ്രി ഉണ്ടാകുന്നൊരു പോയിൻ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മെഷർ ചെയ്യേണ്ടത്. 0, 10, 20, 30, 40, 50, 65. വേർ 65 ഫാൾസ് 60 കഴിഞ്ഞിട്ട് 65 എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെയാണ്. ആ പോയിൻറ്റിനെ നമ്മൾ മാർക്ക് ചെയ്യാം. ആ പോയിൻ്റ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് പ്രൊട്രാക്ടർ മാറ്റിയിട്ട് ആ പോയിന്റിലൂടെ ഇതിലൂടെ നീട്ടി ഒരു ലൈൻ അങ്ങോട്ട് വരക്കാം. അങ്ങനെ ഒരു ലൈന് വരച്ചു. ഓക്കെ, ഈ ലൈന് വരച്ച് കഴിഞ്ഞു.
ഇവിടെയുള്ള ഈ ആംഗിൾ ഇത് 25 ഇത് 90 ആയതുകൊണ്ട് ഇത് 65 ആകണം. യു സി therefore this angle is now 65 degree. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു 90 ഡിഗ്രി ലൈന് വരയ്ക്കുക എന്നുള്ളതാണ്. ഇതുമായിട്ട് 90 ഡിഗ്രി ആവുന്ന രീതിയിലൊരു ലൈന് വരച്ചാൽ ഡെഫിനറ്റ്ലി ദാറ്റ് ലൈൻ വിൽ മീറ്റ് ദിസ് വൺ അറ്റ് ദാറ്റ് ടൈം വേർ ദാറ്റ് ലൈൻ meet this one at that vertex the angle will be 25 degree as given in the question. And so now we have to draw a tangent line to this circle at this point. ഈ പോയിന്റിൽ ഈ റേഡിയസിൻ്റെ ഈ എൻഡ് പോയിന്റിൽ പെർപെൻഡിക്കുലർ വരച്ചാൽ ടാൻജൻറ്റ് ലൈൻ ആയി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ലൈനിൻ്റെ ഈ എൻഡ് പോയിന്റിൽ എങ്ങനെ ഒരു 90 ഡിഗ്രി ലൈന് വരക്കാം എന്നുള്ളതാണ്. നമ്മൾ കുറേ പ്രാവശ്യം അത് പറഞ്ഞു കഴിഞ്ഞതാണ്. ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്. നമുക്ക് ഈ പോയിന്റിലൂടെ ഈ റേഡിയസിനെ ഒന്നും കൂടെ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ലെറ്റ് us എക്സ്റ്റെൻഡ് ദിസ് റേഡിയസ് ഔട്ട്വേർഡ്. ഡോട്ടർ ലൈൻ ഉപയോഗിച്ച് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, നൗ കീപ്പിംഗ് കോമ്പസ് ഹിയർ. നമുക്ക് ഇതിലൂടെ ഒരു പെർപെൻഡിക്കുലറാണ് വരക്കേണ്ടത് ഈ ലൈനിന്. കീപ്പിംഗ് കോമ്പസ് ഹിയർ, ടേക്കിംഗ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഇൻ കോമ്പസ്, ഡ്രോ ആൻ ആർക്ക് ഹിയർ വിത്ത് ദ സെയിം ആർക്ക് ഹിയർ. കോമ്പസ് ഇവിടെ കുത്തിയിട്ട് കോമ്പസിൽ ഒരു നിശ്ചിത ഡിസ്റ്റൻസ് കോമ്പസിൽ നിലനിർത്തിയിട്ട് ഒരാർക്ക് ഇവിടെയും വരയ്ക്കുക. ഓക്കെ, അങ്ങനെ 2 ആർക്ക് വരച്ച് കഴിഞ്ഞാൽ ഒന്ന് മുകളിലേക്കും ഇവിടെ കുത്തിയിട്ട് ഒരാർക്ക് കോമ്പസിൽ ഒരു നിശ്ചിത അളവ് എടുത്തിട്ട് കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഒരാർക്ക് ഇങ്ങോട്ടും അതേ അളവ് നിലനിർത്തിയിട്ട് കോമ്പസ് ഇവിടെ തന്നെ നിലനിർത്തിയിട്ട് ഇങ്ങോട്ടേക്കും വരയ്ക്കുക. യു വിൽ ഗെറ്റ് 2 ആർക്സ്. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്ര ഡിസ്റ്റൻസ് ഒരു ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ബേസ് ആക്കി എടുക്കുകയാണ്. ബേസ്, ദിസ് ഡിസ്റ്റൻസ് വി വാണ്ട് ടു മേക്ക് ആസ് ദി ബേസ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. അറ്റ് ദാറ്റ് ടൈം ദിസ് വിൽ ബി ദി മിഡ് പോയിന്റ് ഓഫ് ദി ബേസ്. ഇങ്ങനെ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ഇനി വരച്ചാൽ വെർട്ടക്സും ബേസിൻ്റെ മിഡ് പോയിൻറ്റും ജോയിൻ ചെയ്യിപ്പിക്കുന്നത് ബേസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഇനി ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഈക്വൽ സൈഡ്സ് വരണം. ഫോർ ദാറ്റ് കീപ് കോമ്പസ് ഹിയർ. ഇവിടെ കോമ്പസ് കുത്തുക, ഇവിടെയും കുത്തുക. 2 സ്ഥലത്തും കോമ്പസ് കുത്തിയിട്ട് സെയിം ഡിസ്റ്റൻസിൽ 2 ആർക്സ്, ഒന്ന് ഇവിടെ കുത്തി ഇങ്ങോട്ടും ഒന്ന് ഇവിടെ കുത്തി ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക. ഓക്കെ, യെസ്, സി കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടേക്ക്, കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഒരാർക്ക് നമ്മൾ വരയ്ക്കുകയാണ്. കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഒരാർക്ക് ഇങ്ങോട്ടേക്ക് വരയ്ക്കുകയാണ്. സി അതേ അളവിൽ കോമ്പസിൽ മാറ്റം വരാതെ കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടേക്ക് വരയ്ക്കുകയാണ്. എനിക്ക് മനസ്സിലാകുന്ന പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഒരാർക്ക് ഇങ്ങോട്ടും അതേ അളവിൽ കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടേക്കും വരച്ചതുകൊണ്ട് ഈ ഡിസ്റ്റൻസും ഈക്വലായി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഹിഡൻ ഐസോസെലസ് ട്രയാങ്കിൾ ഉണ്ട്. ഈ ഡിസ്റ്റൻസും ഈക്വലാണ്. ഇതതിൻ്റെ ബേസാണ്. ഇത് ബേസിൻ്റെ മിഡ് പോയിൻ്റാണ്. മിഡ് പോയിൻറ്റും വെർട്ടക്സും ബേസിൻ്റെ മിഡ് പോയിൻറ്റും വെർട്ടക്സും ജോയിൻ ചെയ്യുന്ന ലൈന് ബേസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഇതിലൂടെ ഒരു ലൈന് വരച്ചാൽ. നമ്മൾ ഈ പോയിൻറ്റിനെയും ജോയിൻ ചെയ്യിപ്പിക്കേണ്ട ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ആദ്യം വരച്ച ഈ ലൈനിനെ മീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ സ്കെയില് ഇവിടെയും ഈ പോയിൻറ്റിനെയും ചേർത്ത് വെച്ചിട്ട് നമ്മൾ നീട്ടി ഒരു ലൈന് വരയ്ക്കുകയാണ്. ഡെഫിനറ്റ്ലി ദാറ്റ് ലൈൻ വിൽ മീറ്റ് ദി ഇനീഷ്യൽ ഡ്രോൺസ് ലൈൻ. ഇതുമായിട്ട് ടച്ച് ചെയ്തു. ഓക്കെ, ഈ ലൈന് ഇവിടെ 90 ഡിഗ്രി ഉണ്ടാക്കുന്ന രീതിയിലായതിനാൽ ദിസ് ന്യൂലി ഡ്രോൺ ലൈൻ ഇസ് ദി ടാൻജൻറ്റ് ലൈൻ ഓഫ് ദിസ് സർക്കിൾ. ഓക്കെ, ഇതിലൂടെ നമുക്കൊരു സർക്കിളിൻ്റെ ഒരു പോയിന്റിൽ എങ്ങനെ ടാൻജൻറ്റ് വരക്കാം എന്നും കൂടെ മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പ്രകാരം നമ്മൾ ഒരു ഫിഗർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. ഓക്കെ, നൗ ലെറ്റ് us do the next problem. See, here a problem from your textbook is given. This problem is the first problem in the page 163 of your textbook. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 163ാമത്തെ പേജിൽ ഫസ്റ്റ് പ്രോബ്ലമാണ് ഈ തന്നിട്ടുള്ളത്. ഈ ചിത്രം വ്യക്തമല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുക. 163ാമത്തെ പേജിൽ ഫസ്റ്റ് പ്രോബ്ലം. ഓക്കെ, ഇവിടെ ആദ്യം തന്നിട്ടുള്ള ചിത്രത്തിൽ 2.5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിൻ്റെ എൻഡ് പോയിന്റിൽ ഒരു ടാൻജൻറ്റ് ലൈന് വരുന്ന രീതിയിലാണ് ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് നിലകൊള്ളുന്നത്. ഇവിടെ ചെയ്യേണ്ടത് ഒരു സർക്കിളും ഒരു ട്രയാങ്കിളും വരയ്ക്കാനാണ് പറഞ്ഞത്. ആ ട്രയാങ്കിളിൻ്റെ 1 സൈഡ് ഈ സർക്കിളിൻ്റെ ടാൻജൻറ്റ് ലൈനാണ്. 2.5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളാണ്.
ഇത് പ്രകാരം വരക്കാൻ ഈ ഡിസ്റ്റൻസ് സെൻറ്ററിൽ നിന്നും ടാൻജൻ്റ് ലൈനിലേക്ക് മീറ്റ് ഈ പീക്ക് ടാൻജൻ്റ് ലൈനുമായിട്ട് മീറ്റ് ചെയ്യുന്ന ലൈനിൻ്റെ ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ചിത്രം വരക്കാൻ നിങ്ങൾക്കറിയാം. വളരെ സിമ്പിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് വിട്ടാണ്. നിങ്ങൾ ചെയ്യേണ്ടത് 2.5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ളൊരു സർക്കിൾ വരച്ചിട്ട് അതിലൊരു റേഡിയസ് വരച്ച് ആ റേഡിയസിൻ്റെ എൻഡ് പോയിൻറ്റിൽ ഒരു ടാൻജൻ്റ് ലൈൻ വരയ്ക്കുക. എന്ന് പറഞ്ഞാൽ റേഡിയസിൻ്റെ എൻഡ് പോയിൻറ്റിൽ പെർപെൻഡിക്കുലർ ആകുന്ന രീതിയിൽ ഒരു ലൈൻ വരയ്ക്കുക. ദറ്റ് ഈസ് ദി ടാൻജൻ്റ് ലൈൻ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ആ ടാൻജൻ്റ് ലൈനിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ കോമ്പസിൽ 5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് കോമ്പസ് സർക്കിളിൻ്റെ സെൻറ്ററിൽ കുത്തിയിട്ട് ആ ടാൻജൻ്റ് ലൈനിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ആർക്ക് വരച്ചാൽ ഇനി ആ 3 പോയിൻറ്റുകളെ ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ട്രയാങ്കിൾ ആൻഡ് സർക്കിൾ. ഓക്കെ, സോ സിമ്പിൾ ഇറ്റ് ഈസ്. ദാറ്റ് പാർട്ട് ഈസ് ലെഫ്റ്റ് ടു യു. നമുക്ക് ഈ സെക്കൻഡ് ഫിഗറിൻ്റെ കാര്യം ഒന്ന് ചർച്ച ചെയ്യാം. ഇതെങ്ങനെ വരക്കാം? ഇതും വളരെ ഈസി തന്നെയാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ആദ്യം സർക്കിൾ വരച്ചിട്ടല്ല നമ്മൾ തുടങ്ങുന്നത്. ബിക്കോസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ ഇസ് നോട്ട് ഗിവൺ. സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ടില്ല. എങ്ങനെയാണ് നമ്മളിത് വരയ്ക്കുക? ഹിയർ 2 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള 2 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ടാൻജൻ്റ് ലൈൻ അവിടെ ഉണ്ട്. ഈ സർക്കിളിലേക്ക് വരച്ച ഒരു ടാൻജൻറ്റിൻ്റെ ലെങ്ത്ത് 2 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ 4 സെൻറ്റിമീറ്റർ എന്ന് തന്നത് ഈ ടാൻജൻറ്റിൻ്റെ മറ്റേ എൻഡ് പോയിൻറ്റിൽ നിന്ന് സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം കിട്ടേണ്ടതേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം 2 സെൻറ്റിമീറ്റർ ലൈനുള്ളൊരു 2 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ളൊരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ആ ലൈനിൻ്റെ എൻഡ് പോയിൻറ്റിൽ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. മറ്റേ എൻഡ് പോയിൻറ്റിൽ 4 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു ആർക്ക് ഈ പെർപെൻഡിക്കുലറിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ വരച്ചാൽ ദാറ്റ് പോയിൻറ്റ് ഈസ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ഇനി നമുക്ക് വരക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് 2 സെൻറ്റിമീറ്റർ ലൈൻ ഈസ് ഡ്രോൺ ഫസ്റ്റ്. 2 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ലൈന് നമ്മൾ ആദ്യം വരച്ചു. ദാറ്റ് ലൈൻ ഈസ് ടു ബി ദി ആ ലൈന് നമുക്ക് സർക്കിളിൻ്റെ ടാൻജൻ്റ് ലൈനായിട്ട് വരാനിരിക്കുന്ന ലൈനാണ്. ഓക്കെ, അതിൻ്റെ എൻഡ് പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തു. ആ പോയിൻറ്റിൽ നിന്ന് നമുക്ക് ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരക്കണം. ഈ ലൈനിൻ്റെ എൻഡ് പോയിൻറ്റിൽ ഒരു പെർപെൻഡിക്കുലർ വരക്കണം. അപ്പോൾ എൻഡ് പോയിൻറ്റിൽ നിന്ന് നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഈ ലൈനുമായി ചേർത്ത് വെച്ച് ദാറ്റ് ലൈൻ ഈസ് എക്സ്റ്റെൻഡഡ് എ ലിറ്റിൽ വിറ്റ് ഔട്ട്വേർഡ്സ്. പുറത്തേക്ക് നമുക്ക് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ആ എക്സ്റ്റെൻഡ് ചെയ്ത ലൈന് ഓക്കെ ഇവിടെ നിന്നാണ് പെർപെൻഡിക്കുലർ വരക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് കോമ്പസ് ഈ പോയിൻറ്റിൽ കുത്തിയിട്ട് ഒരാർക്ക് ഇങ്ങോട്ടും ഒരാർക്ക് ഇങ്ങോട്ടും വരയ്ക്കുക. കോമ്പസ് ഇവിടെ കുത്തുക, ഒരു ചെറിയ ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കുക, ഒരാർക്ക് ഇങ്ങോട്ടും കോമ്പസിൽ മാറ്റം വരുത്താതെ കോമ്പസ് ഇവിടെ തന്നെ നിലനിർത്തിയിട്ട് ഒരാർക്ക് ഇങ്ങോട്ടും വരയ്ക്കുക. അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ആർക്സ് ഇങ്ങനെ കിട്ടിക്കഴിയും. നമ്മൾ ഈ ഡിസ്റ്റൻസ് ഒരു ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ബേസ് ആക്കി എടുക്കാൻ പോവാണ്. ഇത് ബേസിൻ്റെ മിഡ് പോയിൻറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഐസോസെലസ് ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് കോമ്പസ് ഇവിടെ കുത്തുന്നു. ഒരു നിശ്ചിത ഡിസ്റ്റൻസ് കോമ്പസിലെടുത്തിട്ട് ഒരാർക്ക് ഇങ്ങോട്ട് വരയ്ക്കുന്നു. യെസ്, അതേ ഡിസ്റ്റൻസ് കോമ്പസിൽ നിലനിർത്തിയിട്ട് കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഈ ആർക്കിനെ ഒന്ന് കട്ട് ചെയ്യുന്നു. സി, നൗ വി ഹാവ് ഡ്രോൺ 2 equal arcs, one by keeping here and one by keeping here, so that this meeting point is at equal distances from these 2 points. Mean here we can see a hidden isosceles triangle. These 2 distances are equal now. Now this one is the base of the isosceles triangle. Then this one is the midpoint of the base. The line joining the midpoint of the base and vertex of the triangle will be perpendicular to base. Mean at that time the line drawn through these 2 points will be perpendicular to the initial drawn line 2 centimeter, and that perpendicular is at the pass through the end point of the 2 centimeter line. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഈ 2 പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈനിനെ നീട്ടി വരയ്ക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ സർക്കിളിൻ്റെ 2 സെൻറ്റിമീറ്റർ ലൈനിൻ്റെ എൻഡ് പോയിൻറ്റിൽ ഒരു പെർപെൻഡിക്കുലർ വരച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഈ 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക വേണ്ടുള്ളൂ. അതിന് കോമ്പസിൽ ടേക്ക് 4 സെൻറ്റിമീറ്റർ ഇൻ കോമ്പസ് ഫ്രം സ്കെയിൽ. സ്കെയിലിൽ കുത്തി 4 സെൻറ്റിമീറ്റർ കോമ്പസിലെടുക്കുക. ഓക്കെ, കീപ് കോമ്പസ് ഹിയർ. ഇവിടെ നിന്നും 4 സെൻറ്റിമീറ്റർ ആക്കല്ലേ. കീപ് കോമ്പസ് ഹിയർ, ദെൻ കട്ട് ബൈ ആൻ ആർക്ക്.
ഓക്കെ, കോമ്പസ് ഇവിടെ കുത്തിയിട്ട് 4 സെൻറ്റിമീറ്റർ അകലെ കട്ട് ചെയ്തു. നൗ ഈ ഡിസ്റ്റൻസ് ഇവിടെ മുതൽ ഇതുവരെയുള്ള ഈ ഡിസ്റ്റൻസ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കുക. ദറ്റ് ലെങ്ത് ഈസ് 4 സെൻറ്റിമീറ്റർ നൗ. ഓക്കെ, ഇനി നമ്മൾ വരയ്ക്കേണ്ട സർക്കിളിൻ്റെ സെൻറ്ററാണ് ഇത്. ഇവിടെ കോമ്പസ് കുത്തുക, ഈ ഡിസ്റ്റൻസ് കോമ്പസിലെടുക്കുക, കോമ്പസ് റൊട്ടേറ്റ് ചെയ്തോളാം. വി വിൽ ഗെറ്റ് എ സർക്കിൾ. നൗ ദിസ് ഫിഗർ ഈസ് ആസ് സ്പെസിഫൈഡ് ഇൻ ദി ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് ഈ പറഞ്ഞ പ്രകാരം നിങ്ങളുടെ നോട്ട്ബുക്കിൽ മാറ്റി വരയ്ക്കുക. നൗ ലെറ്റ് us have the next problem. Read the question. You are asked to prove that the tangents drawn to a circle at the two ends of a diameter are parallel. That means when we draw a circle and its diameter is drawn, and at its end points we have to draw two tangents. Okay, a line through a point of a circle will be a tangent to circle if it is perpendicular to the diameter or radius through that point. We have to draw a tangent line through this point and through this point. If such a line is there, tangent line is there, that line will be perpendicular with this diameter. See, when two parallel lines are drawn at the end points of that diameter, we see these two angles will be 90 degree. This angle will be 90 degree, like that this one is also 90 degree. Okay, now we have to tell these two are parallel. It is clear because these are two lines. This one acts as a line cutting that two lines. We see the co-interior angles, since their sum is 90 plus 90 gives 180 degree. That is the condition to tell that two lines are parallel. These two lines are parallel because when they are cut by another line, the co-interior angles gives the sum 180 degree, mean these two lines are parallel. Let us write that question as the answer to this question. Okay, you can pause the video and write down, draw such a rough figure there in your notebook. It is only a rough figure, and write down this one as the answer to this question. Okay, now let us go to here. I think to give you two works as homework to be done yourself. See, here a question, this one is to be done yourself. Here this one is a rhombus, the quadrilateral is a rhombus, and all sides of that rhombus, all these four sides are tangents to this circle. It is said that the diameter of the circle is 4 centimeter, and the angle between the sides of the rhombus, and here angle at this vertex is 40 degree. You have to draw such a figure. Diameter 4 centimeter mean the radius is 2 centimeter. You can draw a circle of radius 2 centimeter. Then in order to get here 40 degree, how can we start? Okay, you can first draw a radius, then through the end point of that radius you can draw a line. Now if here it is to be 40 degree, how much angle here it should be made? Okay, with that thought you will get how the answer is to be done. That part is left to you. ഓക്കെ, ഇതിൻ്റെ ആൻസർ നിങ്ങൾ സ്വന്തം ചെയ്യുക. സൂചന ഞാനിവിടെ തന്നു കഴിഞ്ഞു. ഓക്കെ, ഒരു ചോദ്യം കൂടെ. ഈ രണ്ട് ചോദ്യങ്ങൾ പേജ് നമ്പർ 136 ഉള്ള രണ്ട് ചോദ്യങ്ങളാണ്. ഓക്കെ, വാട്ട് സോർട്ട് ഓഫ് ക്വാഡ്രിലാറ്ററൽ ഈസ് ഫോംഡ് ബൈ ടാൻജൻസ് അറ്റ് ദി എൻഡ്സ് ഓഫ് ടു ഡയമീറ്റേഴ്സ് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ രണ്ട് ഡയമീറ്റേഴ്സിൻ്റെ എൻഡ് പോയിൻറ്റ്സിൽ വരച്ച ടാൻജൻ്റ് ലൈൻസ് ചേർന്നുണ്ടാകുന്ന ക്വാഡ്രിലാറ്ററലിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ആൻസർ നിങ്ങൾ സ്വന്തം ചെയ്യാം. ഓക്കെ, നമ്മൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. താങ്ക്സ്.